ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ലാസ്റ്റ് എപ്പിസോഡില് ഈ ചെന്ന് നമ്മുടെ ഹീറോയുടെ സ്കൂളിലേക്ക് വന്നിടം വരെ ആയിരുന്നല്ലോ നമ്മൾ കണ്ടു നിർത്തിയിരുന്നത്. അവിടെ നിന്ന് തന്നെയാണ് നമ്മുടെ ഡ്രാമയുടെ എപ്പിസോഡ് ഇപ്പോൾ തുടങ്ങുന്നത്. ആവട്ടെ ചെന്നിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാ എന്റെ സ്ഥലത്തേക്ക് തന്നെ വന്നിരിക്കുന്നത്? അതെ, എനിക്ക് നല്ല ധൈര്യമുണ്ട്. നിനക്ക് എന്നെ അടിക്കാനുള്ള ധൈര്യം ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അവൻ മുൻപിലേക്ക് കയറി വരുമ്പോൾ ഹീറോ ആവട്ടെ അവനൊരു അടി വെച്ചു കൊടുക്കുന്നുണ്ട്. ചെന്നും ഹീറോയെ അടിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അവനൊരു കോള് വരുന്നത് കൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഹീറോയിന്റെ അടുത്ത് ആവട്ടെ ടീച്ചർ സി വിളിച്ചിട്ട് ഫിലിമിന്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാണ്, അതുകൊണ്ട് തന്നെ ഒരു 10 ദിവസം ലീവ് എടുത്തിട്ട് വരാൻ ആവശ്യപ്പെടുന്നുണ്ട്. അവളാവട്ടെ മെയിനിന്റെ അടുത്ത് ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് സന്തോഷത്തോടെ തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ ആവട്ടെ സ്കൂൾ മുഴുവൻ ഹീറോയിനെ തപ്പി നടക്കുകയായിരുന്നു. എന്നിരുന്നാലും അവളെ കണ്ടു കിട്ടിയിരുന്നില്ല. ഈ സമയത്ത് സൂവിന്റെ അടുത്ത് തന്നെ അവൻ കറക്റ്റായിട്ട് എത്തിയിട്ട് ഇതുപോലെ ഹീറോയിനെ കണ്ടിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവളും പറയുന്നുണ്ട്, ഹീറോയിൻ ഇതുപോലെ 10 ദിവസത്തേക്ക് ലീവ് എടുത്തിരിക്കുകയാണ്, എന്താണ് ആവശ്യമൊന്നൊന്നും അറിയില്ല, എന്താ അവളുടെ മേൽ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. ഒന്നും നീ അറിയേണ്ട ആവശ്യമില്ല എന്ന് ചെൻ പറയുമ്പോൾ സൂ ഒരു അഹങ്കാര ഭാവത്തോടെ തന്നെ പറയുന്നുണ്ട്. ഹീറോ ആവട്ടെ അവളുടെ പിന്നാലെ തന്നെ നടക്കുകയാണ്. നിനക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ പറഞ്ഞു, എന്നിരുന്നാലും നിനക്ക് ചാൻസ് കിട്ടാൻ പോകുന്നില്ല എന്ന്. ഹീറോ ഇതുപോലെ ഗൂവിന്റെ പിന്നിലാന്ന് കേട്ടപ്പോൾ അവന് വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. അവർക്കിടയിൽ എന്താ ബന്ധമെന്ന് സൂവിനോട് അവൻ തിരക്കുന്നുണ്ട്. അവർക്കിടയിൽ എന്താണ് ബന്ധമെന്നറിയത്തില്ല. ഹീറോയിനാവട്ടെ ഹീറോയെ മയക്കി വെച്ചിരിക്കുകയാണ്. എന്ത് കാര്യം ഉണ്ടായാലും ഏത് സമയത്തും അവളെ സപ്പോർട്ട് ചെയ്യുകയാണെന്നൊക്കെ സൂ പറയുന്നുണ്ട്. പൂവിനെ കുറിച്ച് മോശമായി സംസാരിക്കുന്നു എന്ന് ചോദിച്ചിട്ട് അവളുടെ കഴുത്തിന് പിടിച്ച് തള്ളിയിട്ട് അവനവട്ടെ നേരെ ഹീറോയെ കാണാൻ പോകുന്നുണ്ട്. അവൻ എന്തിനാ അങ്ങോട്ടേക്ക് കയറി വരുന്നേ എന്ന് ചോദിച്ചുകൊണ്ട് അവർക്കിടയിലേക്ക് ആവട്ടെ ലീ കയറി പോകുന്നുണ്ടെങ്കിലും അവനെ അടിച്ചു വീഴ്ത്തുന്നുണ്ട് ഷെന്ന്. ഹീറോയ്ക്ക് ആവട്ടെ ഭയങ്കരമായി ദേഷ്യം വന്ന് അവന്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കുന്നുണ്ട്. അവനെ ഇപ്പോൾ തന്നെ മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിടുവെന്ന പോലെ തന്നെ നിർത്തുന്നുണ്ട്. ഫ്രണ്ട്സ് ആണ് അവനെ സമാധാനിപ്പിക്കുന്നത്. പിന്നാവട്ടെ ഈ സമയത്ത് പറയുന്നുണ്ട്, ഗൂ എന്റെ പെണ്ണാണ്, എന്റെ സാധനങ്ങളിലെല്ലാം നീ കൈ കടത്തില്ല എന്ന് പറഞ്ഞല്ലേ, എന്നിട്ട് നീ ഇപ്പോൾ എന്താ ചെയ്തേന്നൊക്കെ അവനോട് ചോദിക്കുന്നുണ്ട്. എന്താ നിന്റെ പെണ്ണോ? നിന്റെ പെണ്ണായിരുന്നെങ്കിൽ അവള് നിന്റെ സ്കൂളിൽ പഠിച്ചേനെയല്ലോ, ഇപ്പോൾ ഞങ്ങളുടെ സ്കൂളിലല്ലേ പഠിക്കുന്നത്, വെറുതെ നീ ഓരോ കഥകൾ പടച്ചു വിടണ്ട എന്ന് ഹീറോ അവനോട് പറയുന്നുണ്ട്. എന്നെ വീണ്ടും ഞാൻ കാണുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടെ തന്നെ ചെന്ന അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ ആവട്ടെ ഈ വിവരങ്ങളൊക്കെ സത്യമാണോ എന്നറിയാൻ ഗുവിനെ വിളിക്കാൻ ഒരുങ്ങുമ്പോൾ ഹീറോ പറയുന്നുണ്ട് അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അവനാവട്ടെ ഹീറോയിനെ കാണാൻ പോകുന്നുണ്ട്. ഹീറോയിനാവട്ടെ ആ ഫിലിം പ്രൊഡക്ഷന്റെ സെറ്റിലായിരുന്നല്ലോ, അവളാവട്ടെ ഡയറക്ടറെ അടുത്ത് നിന്ന് സംസാരിച്ചതിന് ശേഷം അവളുടെ മുറിയിലേക്ക് പോവുകയായിരുന്നു. ഈ സമയത്താണ് ഹീറോ അങ്ങോട്ടേക്ക് വരുന്നത്. 5 മണിക്കൂർ ട്രാവൽ ചെയ്താണ് അവൻ അവിടേക്ക് വന്നത്. അവളെ കണ്ടപ്പോൾ തന്നെ അവന് പറയാൻ ഒരു വാക്കുകളും കിട്ടിയിരുന്നില്ല. അവൻ ഓടിച്ചെന്ന് അവളെ ഹഗ് ചെയ്യുന്നുണ്ട്. അവനാവട്ടെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ആ ചെൻ പറഞ്ഞത് സത്യമാണെങ്കിലും ഫേക്ക് ആണെങ്കിലും എനിക്കൊരു പ്രശ്നവുമില്ല, ജീവിത അവസാനം വരെ അവളെ തന്നെ ഇപ്പോഴും ഇഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുമെന്ന്. അതിനുശേഷം അവൻ തന്നെ റൂമിന്റെ കീയൊക്കെ മേടിച്ച് തുറക്കാനിരുമ്പോൾ ഹീറോയിനാവട്ടെ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. ഇത് കണ്ടിട്ട് അവൻ ചോദിക്കുന്നുണ്ട്, ഞാൻ നിന്റെ ഗസ്റ്റ് അല്ലേ, നീ അല്ലേ എന്നെ അകത്തേക്ക് വിളിച്ചുകൊണ്ടുപോയി വെള്ളമോ എന്തെങ്കിലുമൊക്കെ തരണ്ടേ എന്ന്. ഈ സമയത്ത് ഹീറോയിൻ അവിടെ ദേഷ്യത്തോടെ അവനെ നോക്കുന്നുണ്ട്. ഹീറോ ആവട്ടെ അവളുടെ അടുത്ത് ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കണ്ട എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്, അവളെ ഒരുപാട് മിസ് ചെയ്തതുകൊണ്ടാണ് കാണാനായി ഇങ്ങോട്ടേക്ക് വന്നേ എന്ന് പറയുന്നുണ്ട്. ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട്, എന്താ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് പോകുമെന്ന്. അപ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട്, എന്ത് പറഞ്ഞാലും ഇവിടെ നിന്ന് പോകത്തില്ല, ഇവിടെ തന്നെ നിൽക്കുമെന്ന്. അതിനുശേഷം ഹീറോയിൻ ആവട്ടെ അവനെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് അവന് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അവൻ ഉടനടി തന്നെ പുറത്തേക്ക് പോകുന്ന ഹീറോയിൻ കരുതുന്നുണ്ട്. എന്നിരുന്നാലും അവൻ ആ ബോട്ടിലെ വെള്ളം കുടിക്കാതെ അവിടേക്ക് തന്നെ വെക്കുന്നുണ്ട്. ഈ സമയത്ത് കട്ടിലാവട്ടെ അവളുടെ ചില ഇന്നർ വെയേഴ്സ് കിടപ്പുണ്ടായിരുന്നു. അവൻ കാണാതെ അവളത് മറച്ചു വെക്കുന്നുണ്ട്. അതിനുശേഷം കർട്ടനും പിടിച്ചു വലിച്ചിടുന്നുണ്ട്. അതൊക്കെ കണ്ടിട്ട് അവനവട്ടെ അത് ഫോട്ടോ എടുക്കുന്നുണ്ട്. അതിനുശേഷം അവളോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ കർട്ടനൊക്കെ പിടിച്ചിടുന്നത്, എന്താ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന്. അവള് പറയുന്നുണ്ട്, വെളിയിൽ നല്ല തണുപ്പല്ലേ, അതുകൊണ്ട് ആ കട്ടൻ പിടിച്ചിട്ടെ പെട്ടെന്ന് തന്നെ വെള്ളം കുടിച്ചിട്ട് ഇവിടെ നിന്ന് പൊക്കോളാൻ അവള് പറയുമ്പോൾ അവനവട്ടെ അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അവളവട്ടെ പരിഭ്രാന്തിയോടെ തന്നെ അവനോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഈ ചെയ്യുന്നതെന്ന്, നിനക്ക് മനസ്സിലായില്ലേ, ഞാൻ നിന്നെ സെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക എന്ന് അവൻ പറയുന്നുണ്ട്. അവള് ഭയങ്കര നെർവസ് ആവുന്നുണ്ടിട്ട് അവൻ പറയുന്നുണ്ട്, നീ ഇങ്ങനെ പേടിച്ച് ചാവണ്ട, ഞാൻ വെള്ളം കുടിച്ചിട്ട് ഇവിടെ നിന്ന് പൊക്കോളാമെന്ന്. അത് തന്നെ നല്ലയെന്ന് ഹീറോയിനും പറയുന്നുണ്ട്. അങ്ങനെ അവൻ പോകാൻ വേണ്ടിയിട്ട് അവള് കതവ് വരെ തുറന്നു കൊടുക്കുന്നുണ്ട്. അവൻ ഇറങ്ങിയ ഉടനെ തന്നെ അവള് കതവ് ലോക്ക് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവള് തന്നെ സ്നേഹിക്കാത്തത് എന്ന് ഓർത്തിട്ട് അവന് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. എന്നിരുന്നാലും അവന് ഫീൽ ആവുന്നുണ്ടെങ്കിലും ഇനി അവളെ വിട്ടുകളയില്ല എന്ന് മനസ്സിലുറപ്പിച്ചിട്ട് തന്നെ അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഹീറോ ആവട്ടെ ഹീറോയിന്റെ 10 ഫോട്ടോ ഇതിനോടൊക്കെ തന്നെ എടുത്തു കഴിഞ്ഞിരുന്നു. ലാസ്റ്റ് ആയിട്ട് എടുത്ത ഫോട്ടോ ഉണ്ടായിരുന്നല്ലോ അവള് കർട്ടനൊക്കെ വലിച്ചിടുന്നത്, ആ ഫോട്ടോ ആയിട്ട് ചെന്നിന് അയച്ചു കൊടുക്കുന്നുണ്ട്. വേറൊന്നും കൊണ്ടല്ല, അവരിരുവരും ഒരു ഹോട്ടൽ റൂമിലാണ് തങ്ങുന്നതെന്ന് അവൻ മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അവിടെ ഒരുപാട് ദേഷ്യം തോന്നിയിട്ട് ഹീറോയിൻ ഇപ്പോൾ ഏത് ഹോട്ടൽ റൂമിലാണ് സ്റ്റേ ചെയ്യുന്ന അറിയാൻ വേണ്ടിയിട്ട് ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. ഏത് സിറ്റിയിലാണ് ഉള്ളതെന്ന് മനസ്സിലാവുന്നുണ്ടെങ്കിലും ഒരുപാട് ഹോട്ടലുകൾ ഉണ്ടല്ലോ, ഏത് ഹോട്ടലിലാണ് അവൾ സ്റ്റേ ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ബോഡി ഗാർഡിനോട് എളുപ്പം തന്നെ അതും കണ്ടുപിടിച്ചിട്ട് തന്നെ അറിയിക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ കോള് കട്ട് ചെയ്യുന്നുണ്ട്.
ചെന്നാവട്ടെ അവളെ കണ്ടുപിടിക്കുന്നുണ്ട്. ഹീറോയിനാവട്ടെ സിസി ടീച്ചറെ അടുത്ത് സംസാരിച്ചതിന് ശേഷം പുറത്തേക്ക് വരുന്ന വഴിക്കാവട്ടെ ഒരു കുട്ടിപ്പയ്യൻ അവളുടെ കയ്യിലേക്ക് ഒരു ലോലിപോപ്പ് കൊടുത്തിട്ട് ആ ചേട്ടൻ തന്നെയാണെന്ന് പറയുന്നുണ്ട്. ഏത് ചേട്ടനാന്നുള്ള രീതിയിൽ അവൾ നോക്കുമ്പോഴാവട്ടെ ചെന്നായിരുന്നു അവിടെ നിന്നിരുന്നത്. അവനെ കണ്ടയുടനെ തന്നെ അവൾ പേടിച്ചോടാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ബോഡി ഗാർഡ്സിനെ കൊണ്ട് അവളെ തടയുന്നുണ്ട്. ചെന്നാവട്ടെ അവളുടെ അഹങ്കാര ഭാവത്തോടെ തന്നെ പറയുന്നുണ്ട്, നീ എന്നോട് എപ്പോഴും അപേക്ഷിച്ച് കാല് പിടിച്ച് ചോദിക്കില്ലേ, അതുപോലെ ഇപ്പോഴും അപേക്ഷിക്കാൻ. ഈ സമയത്ത് ഹീറോയിനാവട്ടെ ഒരു ഫ്ലാഷ് ബാക്ക് ഓർക്കുന്നുണ്ട്. ഹീറോയിന്റെ ഫ്രണ്ട് ആവട്ടെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നുണ്ടായിരുന്നല്ലോ. അവള് കാല് വഴുതി വീണയല്ല, ഈ ചെന്ന് അവളെ മോളിൽ നിന്ന് തള്ളിയിട്ടതാണ്. പോലീസിന്റെ അടുത്ത് പറയുമെന്ന് ഹീറോയിൻ പറയുന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ കൊന്നു കളയുമെന്ന് പറഞ്ഞു തന്നെ അവൻ അവളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിവരം അവൾ പോലീസിനെ അറിയിക്കുന്നില്ല. അതിനുശേഷം അവനവട്ടെ ലോലിപോപ്പ് അവളുടെ വായിക്കരിയിലേക്ക് നീക്കിയിട്ട് അവന്റെ കൂടെ വരാൻ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അവളും പറയുന്നുണ്ട്, നിന്നെ പോലുള്ള വൃത്തികെട്ടവന്റെ കൂടെ ആരെങ്കിലും വരുമോ എന്ന് ചോദിച്ച് ലോലിപോപ്പ് തട്ടിക്കളയുന്നുണ്ട്. ഈ സമയത്ത് അവനവിടെ ഒരു സൈക്കോ പോലെ തിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് വരുമ്പോൾ അവൾ അവന്റെ മർമ്മസ്ഥാനം നോക്കി തന്നെ ഒരു ഇടിവെച്ച് കൊടുത്തിട്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. ഹീറോയിനാവട്ടെ 10 ദിവസത്തെ ഫിലിം പ്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം റിട്ടേൺ വരുന്നുണ്ട്. വെന്നാവട്ടെ അവളോട് വളരെ വിഷമത്തോടെ തന്നെ പറയുന്നുണ്ട് അവളെ ഒരുപാട് മിസ് ചെയ്തിരുന്നു എന്നൊക്കെ. ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരു ദിവസം അടിച്ചു പൊളിക്കാനായി ഹീറോയുടെ വീട്ടിൽ ഒത്തുകൂടിയിരിക്കുകയാണ്. മുത്തശ്ശനെയും കൊണ്ടാണ് ഹീറോ അങ്ങോട്ടേക്ക് വരുന്നത്. ഹീറോയിനാവട്ടെ ആകെ അന്താളിക്കുന്നുണ്ട്. ഹീറോയുടെ മുത്തശ്ശൻ അവളുടെ തൊട്ടടുത്തുള്ള വീട്ടിലല്ലേ താമസിക്കുന്നത്. എന്തുമാത്രം പണക്കാരനായിട്ടുള്ളൊരു ആളാണ്. ഇപ്പോൾ ഒരു ഓർഡിനറി ലൈഫാണല്ലോ നയിക്കുന്നേ എന്നൊക്കെ ഓർത്ത് അവൾ സന്തോഷത്തോടെ തന്നെ അവരെല്ലാവരും സംസാരിച്ചിരിക്കുന്നുണ്ട്. മുത്തശ്ശന് നല്ല എൻജോയ്മെന്റിൽ തന്നെ അവരോട് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം അവരെല്ലാവരും കൂടി അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കെ താൻ ഇപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഹീറോയിൻ നടന്നു വരുന്ന വഴിക്ക് വീഴാൻ പോകുമ്പോൾ ഹീറോ ആവട്ടെ അവളെ പിടിക്കുന്നുണ്ട്. അവളാവട്ടെ അവന്റെ കൈ തട്ടി മാറ്റി അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ ആവട്ടെ എല്ലാവരും നല്ല ജോളിയായി തന്നെ ഗെയിംസ് ഒക്കെ കളിക്കുന്നുണ്ട്. മുത്തശ്ശനാവട്ടെ അറിയാമായിരുന്നു ഹീറോയിനെ ഇതുപോലെ ഹീറോയ്ക്ക് ഇഷ്ടമാണെന്നുള്ള കാര്യം എന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുത്തശ്ശന്റെ അസിസ്റ്റന്റിനോട് അയാൾ പറയുന്നുണ്ട് എല്ലാ റൂമും നന്നായി തന്നെ ക്ലീൻ ചെയ്ത് വെച്ചിട്ട് കാറുകളെല്ലാം പഞ്ചറാക്കി വെച്ചേക്കാൻ. അതുകൊണ്ട് തന്നെ അവരാരും ഇന്ന് ഈ വീട്ടിൽ നിന്ന് പോകില്ല എന്ന്. അപ്പോൾ അസിസ്റ്റന്റും പറയുന്നുണ്ട് ഈ നിർദ്ദേശമൊക്കെ നേരത്തെ തന്നെ യങ് മാസ്റ്റർ തന്നിരുന്നു എന്ന്. അപ്പോൾ മുത്തശ്ശൻ ചിരിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട് പയ്യൻ വളരെ ഫാസ്റ്റ് ആണല്ലോ, എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്തു തീർത്തല്ലോ എന്ന്. ഗെയിമൊക്കെ കളിച്ച് ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഹീറോയിൻ ആവട്ടെ മുത്തശ്ശന്റെ അസിസ്റ്റന്റ് അടുത്ത് പറയുന്നുണ്ട് ഞങ്ങളെ ഒന്ന് വീടരികിലേക്ക് ഡ്രോപ്പ് ചെയ്യാമോ എന്ന്. എന്നാൽ ഈ സമയത്ത് അസിസ്റ്റന്റ് പറയുന്നുണ്ട് സോറി, ഏതൊക്കെയോ കുട്ടിപ്പയ്യന്മാര് കളിച്ച് കാറിന്റെ ടയറൊക്കെ പഞ്ചറാക്കി വെച്ചിരിക്കുകയാണെന്ന്. ഉടനടി വെന്ന് പറയുന്നുണ്ട് എന്റെ അച്ഛനെ വിളിച്ചിട്ട് കാറുമായി വരാൻ പറയട്ടെ എന്ന്. അപ്പോൾ ഹീറോ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഓ ഇവളെന്റെ പ്ലാനുകളൊക്കെ നശിപ്പിച്ചു കളഞ്ഞല്ലോ എന്ന്. ഈ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട് ഇതൊരു മലഞ്ചെരുവല്ലേ, ഇങ്ങോട്ടുള്ള യാത്ര വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ ഒരുപാട് റൂമുണ്ട്, എല്ലാവരും ഇവിടെ സ്റ്റേ ചെയ്തോളാം മുത്തശ്ശൻ പറയുമ്പോൾ എല്ലാവരും സന്തോഷത്തോടെ തന്നെ അതിന് സമ്മതിക്കുന്നുണ്ട്. എന്നാൽ ഹീറോയിൻ മാത്രം ഒന്ന് ആലോചിച്ച് നിൽക്കുന്ന കണ്ടിട്ട് വെന്നാവട്ടെ അവളെ പറഞ്ഞ് സമ്മതിപ്പിക്കുന്നുണ്ട്. ഹീറോയിനും അവിടെ സ്റ്റേ ചെയ്യാൻ സമ്മതിച്ചതിന് ശേഷം അവരവട്ടെ വീണ്ടും ഗെയിം കളിക്കാൻ തുടങ്ങുന്നുണ്ട്. ഈ ഗെയിമിൽ തോറ്റു കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യവും ഡ്രിങ്ക്സ് കഴിക്കണമായിരുന്നു. ഹീറോയിനാവട്ടെ എന്തായാലും ഡ്രിങ്ക്സ് കഴിക്കുന്നുണ്ടായിരുന്നില്ല. മറ്റുള്ളവരൊക്കെ ഡ്രിങ്ക്സ് കഴിച്ച് ബോധം വരെ പോകുന്നുണ്ട്. മദ്യം ഉള്ളിൽ ചെന്നതുകൊണ്ട് തന്നെ അവരൊക്കെ പിച്ചും പേയും പറയുന്നത് കേട്ടിട്ട് ബട്ട്ലർ അങ്ങോട്ടേക്ക് വന്നിട്ട് ഹീറോയെ റൂമിലേക്ക് കൊണ്ടുപോകാൻ വരുന്നുണ്ട്. അവളും അയാളെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് ഹീറോയും കൂട്ടി മുറിയിലേക്ക് പോകുന്നുണ്ട്. ബട്ട്ലർ ആവട്ടെ ഈ സമയത്ത് അവളോട് പറയുന്നുണ്ട് ഹണി വാട്ടർ എടുത്തിട്ട് വരാം, അതുവരെ യങ് മാസ്റ്ററെ ഒന്ന് നോക്കിക്കോണമേ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഹീറോ അവിടെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് കട്ടിലിൽ നിന്ന് താഴേക്ക് വീഴുന്നുണ്ട്. ഹീറോയിൻ അവിടെ അവനെ ഹെൽപ്പ് ചെയ്ത് പിടിച്ച് ബെഡിലേക്ക് കിടത്താൻ ഒരുങ്ങുന്നുണ്ടെങ്കിലും അവളെ ഹഗ് ചെയ്ത് അവൻ നേരെ ബെഡിലേക്ക് കിടക്കുന്നുണ്ട്. നീക്കാൻ അവളെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഹീറോ ആവട്ടെ അവളെ പിടിച്ച് കിസ് ചെയ്യാൻ ഒരുങ്ങുന്നു. പെട്ടെന്ന് തന്നെ അവള് മുഖം തിരിക്കുന്ന കണ്ടിട്ട് ബോധമില്ലാത്ത ഹീറോ അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് എന്നെ വെറുക്കുന്നത്, എന്തുകൊണ്ടാണ് നീ മറ്റുള്ളവരുമായിട്ട് എന്നെ കമ്പയർ ചെയ്യുന്നത്. ഹീറോയിനാവട്ടെ അവനെ അവിടെ നിന്ന് തള്ളി മാറ്റിയിട്ട് പറയുന്നുണ്ട് പറഞ്ഞാലും നിനക്ക് മനസ്സിലാവാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് തന്നെ ദേഷ്യത്തോടെ അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. തലേന്ന് നടന്ന കാര്യങ്ങൾ കൊണ്ട് തന്നെ നെക്സ്റ്റ് ഡേ സ്കൂളിൽ ചെന്നിട്ടും അവൾ അവനെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അവളിങ്ങനെ അവഗണിച്ച് പോകുന്ന കണ്ടിട്ട് ഹീറോ അവളുടെ അടുത്ത് പറയുന്നുണ്ട് ഇന്നലെ രാത്രി അവളെ കിസ് ചെയ്യാൻ വന്നതുകൊണ്ടല്ലേ ഇങ്ങനെ അവനോട് പെരുമാറുന്നത്, അതിന് സോറി എന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല അവളെ ഇഷ്ടമാണെന്ന് പറയുന്നുമുണ്ട്. അപ്പോൾ അവളും പറയുന്നുണ്ട് അതിനുള്ള ആൻസർ ഞാൻ നേരത്തെ തന്നെ തന്നെയാണല്ലോ എന്ന്. അന്നത്തെ പോലെ തന്നെ എന്നെ ഇപ്പോഴും റിജക്റ്റ് ചെയ്യുകയാണെന്നോ ഹീറോ ചോദിക്കുമ്പോൾ അത് തന്നെയാണെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ആവട്ടെ ഈ സമയത്ത് അവളെ നോക്കിയിട്ട് പറയുന്നുണ്ട് അവൾക്ക് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ്, പക്ഷേ അവളെ ഉപേക്ഷിക്കാൻ മാത്രം തയ്യാറല്ല എന്ന്. ഹീറോയിനാവട്ടെ അവനെ ഗവനിക്കാതെ തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട്. അത് കണ്ടിട്ട് അവന് വല്ലാതെ ഫീലായി നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് അവിടെ അസിസ്റ്റന്റ് അവനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഗുവിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചു കഴിഞ്ഞു എന്നും. നേരത്തെ അവൾ പഠിച്ചിരുന്ന സ്കൂളിലെ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആവട്ടെ മുകളിൽ നിന്ന് താഴേക്ക് വീണ് കോമയിലായിരിക്കുകയാണെന്നും അവളുടെ പേര് യാങ് എന്നാണെന്നൊക്കെ പറയുന്നുണ്ട്. ഹീറോ ആവട്ടെ ഇത് കേട്ടിടഞ്ഞ് തന്നെ അവളെ കാണാൻ പോകുന്നുണ്ട്. ഹീറോയിനാവട്ടെ ഫസ്റ്റ് സെമിസ്റ്റർ മാത്രമേ ആ ചെന്നിന്റെ സ്കൂളിൽ പഠിച്ചിരുന്നുള്ളൂ. അവളുടെ ഫ്രണ്ട് താഴെ വീണതിന് ശേഷം അവൾ ഹീറോയുടെ സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ആയി വരികയായിരുന്നു.
സ്കൂൾ ലീഡർ പയ്യൻ ഈ സമയത്ത് പറയുന്നുണ്ട് ഈ പെൺകുട്ടി എങ്ങനെയാണ് താഴെ വീണെന്നുള്ള വിവരങ്ങളൊക്കെ അവിടെയുള്ള വിദ്യാർത്ഥികളോടും ടീച്ചേഴ്സിനോടൊക്കെ അന്വേഷിച്ചിട്ട് പോലും എന്താണ് കാര്യമെന്ന് അവരാരും തുറന്നു പറഞ്ഞില്ല എന്നൊക്കെ പറയുന്നുണ്ട്. സമയത്ത് അവിടെ ആ പെൺകുട്ടിയെ ചെക്ക് ചെയ്യാനായി ഡോക്ടർ അങ്ങോട്ടേക്ക് വരുമ്പോൾ ഹീറോ അയാളടുത്ത് ചോദിക്കുന്നുണ്ട് ഈ പെൺകുട്ടിക്ക് ഒരുപാട് മെഡിക്കൽ എക്സ്പെൻസസ് ഉണ്ടാവുമല്ലോ, ആരാണ് ആ എക്സ്പെൻസസ് ഒക്കെ വഹിക്കുന്നതെന്ന്. അങ്ങനെയാണോ എന്ന് ചോദിച്ചിട്ട് തന്നെ ഒരു ബാങ്ക് കാർഡ് ഡോക്ടറെ ഏൽപ്പിച്ചിട്ട് അവൾക്ക് ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ ആവട്ടെ ഈ സമയത്ത് സ്കൂളിനടുത്ത് തന്നെയുള്ള ഒരു വീട്ടിലേക്ക് താമസം മാറിയിരുന്നു. അതിന്റെ പേരിൽ അവള് ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒരു പാർട്ടി കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട്സ് എല്ലാവരും വരുന്നുണ്ടെങ്കിലും ഹീറോ അങ്ങോട്ടേക്ക് വരാത്തത് കൊണ്ട് തന്നെ ലീ വെന്നിനോട് എന്താണ് കാര്യമെന്ന് തിരക്കുമ്പോൾ അവനെ വിളിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിക്കാതിരുന്നതെന്ന് വെന്ന് വ്യക്തമാക്കുന്ന സമയത്ത് ലീ അവളോട് ചോദിക്കുന്നുണ്ട് നിനക്ക് വേണ്ടിയിട്ടല്ലേ സ്കോളർഷിപ്പ് വരെ അവൻ വേണ്ടാന്ന് വെച്ചത്, മാത്രമല്ല നിന്റെ ഫ്രണ്ട് യാങ്ങിന്റെ എല്ലാ ചികിത്സാ ചെലവുകളും ഇപ്പോൾ അവനാണ് വഹിക്കുന്നത്, എന്നിട്ടും നീ അവനെ ഇഗ്നോർ ചെയ്യുകയാണോ എന്ന് ചോദിക്കുന്നു. എന്നിട്ട് ഹീറോയിനാവട്ടെ വല്ലാതെ വിഷമാവുന്നുണ്ട്. അവൾ അങ്ങനെ ആ പാർട്ടിയിൽ നിന്നിറങ്ങി പുറത്തേക്ക് പോകാൻ തുടങ്ങുന്ന സമയത്താവട്ടെ ഹീറോ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെയൊന്നും അവളോടുള്ള ഇഷ്ടം ഉപേക്ഷിക്കാൻ അവൻ തയ്യാറായിരുന്നില്ല. എന്നെ വിളിക്കാനായിട്ട് പോലും അവൻ ആ പാർട്ടിയിലേക്ക് വരുന്നുണ്ട്. ഈ സമയത്ത് വെന്നാവട്ടെ അവന്റെ നേർക്ക് ഒരു ഗ്ലാസ് വൈൻ നീട്ടിയിട്ട് അവനെ വിളിക്കാത്തതിന് സോറി പറഞ്ഞിട്ട് ഈ വൈൻ കുടിക്കൂ എന്ന് പറയുന്നുണ്ട്. എന്നാൽ അവനാവട്ടെ തനിക്ക് വൈനൊന്നും വേണ്ട, ഈ പാല് കുടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ആ പാല് കുടിക്കുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിനാവട്ടെ ഇവിടേക്ക് വന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്, അവനെ ഒഴിവാക്കിയതിൽ ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവന് കൊടുത്ത വൈൻ അതിന് പകരമായി അവൾ കുടിച്ചോളാം എന്ന് പറഞ്ഞ് വാങ്ങിച്ചു കുടിക്കുന്നുണ്ട്. അങ്ങനെ കുറെ നേരം അവർ ഫുഡൊക്കെ കഴിച്ച് ജോളിയായിരിക്കുന്നുണ്ട്. അതിനുശേഷം നാളെ സ്കൂളുള്ളത് കൊണ്ട് തന്നെ ലീയും അതുപോലെ ആ ലീഡർ വൈനും ഒക്കെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുന്നുണ്ട്. ആവട്ടെ അവരെ യാത്ര അയക്കാനായി പോകുന്നുമുണ്ട്. ഈ സമയത്ത് ഹീറോ ആവട്ടെ ഒരു ഗിഫ്റ്റ് ഹീറോയിന് കൊടുക്കുന്നുണ്ട്. ഗിഫ്റ്റ് എന്തിനാ ഇപ്പോൾ തനിക്ക് തരുന്നതെന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ട് നിനക്കൊരു ഗിഫ്റ്റ് തന്നെയാണെന്ന്. അപ്പോൾ അവളും സംശയത്തോടെ ചോദിക്കുന്നുണ്ട് നിന്റെ ബർത്ത്ഡേക്ക് എന്തിനാ എനിക്ക് ഗിഫ്റ്റ് തരുന്നതെന്ന്. ഈ സമയത്ത് അവൻ പറയുന്നുണ്ട് എന്റെ ദേഷ്യമൊക്കെ മാറുന്നോടം വരെ ഞാൻ വെയിറ്റ് ചെയ്തോളാം, അതിനുശേഷം മാത്രം നമ്മുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് കുറെ നേരം റൊമാൻറ്റിക്കായി സംസാരിച്ചിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിറ്റേ ദിവസം ഹീറോയിൻ ആവട്ടെ അവനോട് എന്ത് സംസാരിക്കണമെന്ന് പോലും അറിയത്തില്ലായിരുന്നു. അവളവട്ടെ വളരെ നാണത്തോടെ തന്നെ ബുക്കൊക്കെ തലതിരിച്ചു വെച്ച് പഠിക്കുന്ന പോലെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്ത് ഹീറോ ആവട്ടെ അവളോട് ചോദിക്കുന്നുണ്ട് നിനക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യമാണോ, അതുകൊണ്ടാണോ ഈ ബുക്കൊക്കെ തലതിരിച്ചു വെച്ച് പഠിക്കുന്നത്, ഇപ്പോൾ ഈ സബ്ജക്റ്റ് അല്ല വേറൊരു സബ്ജക്റ്റ് ആണെന്ന് അവളെടുത്ത് പറയുന്നുണ്ട്. ഹീറോയിനാവട്ടെ ഇത് കേട്ടിട്ട് വല്ലാതെ നാണക്കേട് തോന്നുന്നുണ്ട്. അവൾ അങ്ങനെ ആ ബുക്ക് മാറ്റിയിട്ട് ഇപ്പോഴുള്ള സബ്ജക്റ്റ് എടുത്ത് വെക്കുന്നുണ്ട്. ആ സമയത്ത് ബുക്കിലാവട്ടെ ഒരു ലവ് ലെറ്റർ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഹീറോ തന്നെയാണ് വെച്ചിരുന്നത്. അതിലൊരു റെഡ് കളറിലെ ലവ് ചിഹ്നവും ഉണ്ടായിരുന്നു. എന്താണിതെന്ന് ഹീറോയിൻ അവനോട് ദേഷ്യത്തോടെ തന്നെ ചോദിക്കുന്നുണ്ട്. അവനാവട്ടെ അവളുടെ അടുത്ത് പറയുന്നുണ്ട് ഇത് ലിറ്റിൽ ഹേർട്ട് ആണ്, നിനക്ക് എന്നെ ഇഷ്ടപ്പെട്ടാൽ നീയും അതിനടുത്തായിട്ട് ഒരു ചെറിയ ഹേർട്ട് വരച്ചു വെച്ചാൽ മതി, അതിനുശേഷം നമ്മൾ ഇരുവരും ഇഷ്ടത്തിലാവുകയും ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യുമെന്ന് അവൻ അവളോട് പറയുന്നുണ്ട്. ഇത് കേട്ട് അവൾ ആവട്ടെ ഉടനടി തന്നെ ആ ലവ് ലെറ്റർ തിരികെ കൊടുക്കാൻ ഒരുങ്ങുന്നുണ്ട്. ഹീറോ ആവട്ടെ അത് എതിർക്കുന്നുണ്ട്. നീ തിരികെ തരികയാണെങ്കിൽ ഞാൻ വീണ്ടും വീണ്ടും നിനക്ക് ലവ് ലെറ്റർ തന്നുകൊണ്ടേയിരിക്കും, അതിന് നല്ലത് ലൈഫിൽ നീ ഈ ഒരെണ്ണം സൂക്ഷിച്ചു വെച്ചാൽ മതിയെന്ന് അവൻ പറയുമ്പോൾ അവൾ അത് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. അവിടുന്ന് സീൻ കട്ടിയിട്ട് നമ്മുടെ ഹീറോയിന്റെ ഡാൻസ് ഉണ്ടല്ലോ അത് വളരെ ഹിറ്റ് ആവുന്നുണ്ട്. അവൾക്ക് ഒരുപാട് ഫാൻസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഒരു പക്ഷത്ത് അവൾ ആവട്ടെ വളരെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ്, മറുവശത്താവട്ടെ ഹീറോ ആവട്ടെ അവളെ സമാധാനമായിട്ട് ഇരിക്കുക പോലും ചെയ്യാതെ അവളുടെ പുറകെ നടക്കുകയാണ്. അവൾ എത്ര റിജക്ട് ചെയ്തിട്ട് പോലും അവനാവട്ടെ അവളുടെ പിറകെ നടക്കുകയാണ്. അവളോട് ക്രിഞ്ച് ചെയ്ത് സംസാരിക്കുകയും റൊമാൻറ്റിക്കായി സംസാരിക്കുകയും ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ അവന്റെ പ്രധാന ജോലി. ും ഇപ്പോൾ ഹീറോയെ ചെറുതായിട്ട് ഇഷ്ടമായി വരുന്നുണ്ടായിരുന്നു. അവളും അങ്ങനെ ഹീറോയെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ വെന്നാവട്ടെ അവളോട് ചോദിക്കുന്നുണ്ട് ഹീറോ അവളുടെ പിന്നാലെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടേയിരിക്കുകയല്ലേ, ഇപ്പോൾ അവൾക്കും അവനോട് ഇഷ്ടമെങ്ങാനും തോന്നി തുടങ്ങിയിട്ടുണ്ടോ എന്ന്. ഇതൊന്നും എനിക്കറിയത്തില്ല, ഇപ്പോൾ എന്റെ മനസ്സിൽ പ്രണയിക്കണമെന്നൊരു തോന്നല് പോലും ഇല്ല, പക്ഷെ എങ്ങനെയെങ്കിലും ആ ഡാൻസ് കോമ്പറ്റീഷൻ വിൻ ചെയ്യണം, അത് മാത്രമേ ഇപ്പോൾ മനസ്സിലുള്ളൂ എന്ന് അവള് വെന്നിനോട് പറയുന്നുണ്ട്. ഈ സമയത്ത് അവളുടെ ക്ലാസ്സിലുള്ള സ്റ്റുഡൻസും അതുപോലെ ടീച്ചറും ഒക്കെ വന്നിട്ട് അവള് കോമ്പറ്റീഷൻ വിൻ ചെയ്യണമെന്ന് പറഞ്ഞ് അവളെ എൻകറേജ് ചെയ്യുന്നുണ്ട്. അവൾക്കാവട്ടെ ആനന്ദ കണ്ണീരൊക്കെ ഈ സമയത്ത് ഉണ്ടാവുന്നുണ്ട്. ഹീറോ ആവട്ടെ ഈ സമയത്തൊക്കെ ചെന്നിനും അതുപോലെ ഹീറോയിനും തമ്മിലുള്ള എന്താണെന്നൊക്കെ ബട്ട്ലറോട് ചോദിച്ചറിയുന്നുണ്ട്. അന്വേഷിച്ചറിഞ്ഞ വിവരങ്ങളൊക്കെ അയാൾ ഹീറോ എടുത്ത് പറയുന്നുണ്ട്. ചെന്നി എപ്പോഴും ഹീറോയിനെ അറാസ് ചെയ്തുകൊണ്ടിരിക്കും, ഹീറോയിനെ വിരട്ടി വെച്ചിരിക്കുകയാണെന്നും അവളെ ഒരുപാട് ബുള്ളി ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഹീറോയ്ക്കാവട്ടെ വല്ലാത്ത വിഷമവും ദേഷ്യവും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഹീറോയിൻ അവനെ ഇങ്ങനെ ഇഗ്നോർ ചെയ്യുന്നെന്നുള്ള കാര്യം അവന് മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ സ്ഥലത്താവട്ടെ രണ്ട് പണക്കാരായിട്ടുള്ള ഫാമിലീസേ ഉള്ളു, അതൊന്ന് ഹീറോയുടെയും അതുപോലെ തന്നെ ചെന്നിന്റെയുമാണ്. എന്നിൽ നിന്നുണ്ടായ പ്രവൃത്തികൾ വെച്ചിട്ടായിരിക്കണം അവള് എന്നെയും അവനെയും കൂടി കമ്പയർ ചെയ്തിട്ടായിരിക്കാം അവള് തന്നെ ഇഗ്നോർ ചെയ്തെന്നൊക്കെ അവൻ കരുതുന്നുണ്ട്. അവളുടെ സ്ഥാനത്ത് മറ്റാരായിരുന്നാലും ഇങ്ങനെ തന്നെ ചിന്തിക്കുള്ളൂ എന്ന് അവന് മനസ്സിലാവുന്നുണ്ട്. എന്നാൽ മറ്റൊരു ഭാഗത്താവട്ടെ ഹീറോയിന് ഫൈനൽ കോമ്പറ്റീഷന് വേണ്ടി റെഡിയായി വന്നിരിക്കുകയായിരുന്നു. എന്നാൽ ചെന്നാവട്ടെ അവളെ അടിച്ച് ബോധം കെടുത്തി അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോകുന്നുണ്ട്.
പിന്നെ അവിടെ അവളെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി അവിടെ ക്യാമറയൊക്കെ ഓണാക്കി വെച്ചിട്ട് ഇന്ന് രാത്രിയിൽ അവൾ അവന് സ്വന്തമാവുമെന്നൊക്കെ പറഞ്ഞ് അവളുടെ മുഖത്ത് തൊടുന്നുണ്ട്. ഈ സമയത്താവട്ടെ ആരോ കതവിൽ മുട്ടുന്ന കേട്ടിട്ട് അവൻ ഡോർ തുറന്നു നോക്കുമ്പോൾ ഹീറോ ആയിരുന്നു. ഒറ്റ ചവിട്ടിലേനെ അവനെ സോഫയിലേക്ക് ഇടിച്ചു വീഴ്ത്തുന്നുണ്ട് ഹീറോ. കത്തിയെടുത്ത് അവനെ കുത്താനൊരുങ്ങുന്നുണ്ടെങ്കിലും ഈ സമയത്ത് ചെന്നിന്റെ ബോഡി ഗാർഡ്സ് വന്ന് ഹീറോയെ തടഞ്ഞു നിർത്തുന്നുണ്ട്. ഹീറോയുടെ കയ്യിലുണ്ടായിരുന്ന കത്തി പിടിച്ചു വാങ്ങി അവൻ അവിടെ ഹീറോയെ തന്നെ കുത്തുന്നുണ്ട്. പിന്നെ അവിടെ എന്താണ് നടന്നതെന്നൊന്നും കാണിക്കുന്നില്ല. അവരുടെ ക്ലാസ്സിലുള്ള എല്ലാവരും സോഷ്യൽ മീഡിയയിൽ അവളുടെ ഡാൻസ് കാണാനായി ഒത്തുകൂടിയിരിക്കുകയായിരുന്നു. അവളുടെ ഫാൻസ് ഒക്കെ വളരെയധികം കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അവൾ ഇതുവരെ ഡാൻസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നില്ല. എന്താണ് കാര്യമെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. എന്താണ് അവൾക്ക് പറ്റിയെന്ന് അറിയാനായിട്ട് ഹീറോയെയും അതുപോലെ ടീച്ചർ വിളിച്ചു നോക്കുന്നുണ്ട്. എന്നാൽ ഹീറോയും കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല. അവരവിടെ വല്ലാതെ പരിഭ്രാന്തിയാവുന്നുണ്ട്. ഈ സമയത്ത് കുറച്ചു നേരത്തിന് ശേഷമാണ് നമ്മുടെ ഹീറോയെ കാണിക്കുന്നത്. അവനവിടെ ഇപ്പോൾ ഓക്കെ ആയി ഇരിക്കുകയായിരുന്നു. അവന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ആ ലീഡർ പയ്യൻ ഉണ്ടായിരുന്നല്ലോ, അവന്റെ അടുത്ത് ഹീറോ ആവട്ടെ എവിഡൻസ് ചോദിക്കുന്നുണ്ട്. പിന്നെ ആവട്ടെ ഹീറോയിനെ കടത്തിക്കൊണ്ടുപോയിരുന്ന സമയത്ത് ഒരു ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചായിരുന്നല്ലോ, അതിലുള്ള പ്രൂഫുകളാണ് ഹീറോ അവന്റെ അടുത്ത് ചോദിച്ചത്. തന്റെ കയ്യിലെ എവിഡൻസ് ഉണ്ടെന്ന് ആ പയ്യൻ പറയുമ്പോൾ ഹീറോ പറയുന്നുണ്ട് ഇത് തന്റെ ആന്റിയുടെ കയ്യിൽ കൊടുക്കണം. ആന്റിക്ക് ഹീറോയിനെ വലിയ ഇഷ്ടമാണ്. അവന്റെ ആന്റി എന്ന് പറയുന്നത് ഈ ടീച്ചർ സിസിയാണ്. ഈ പ്രൂഫ് വെച്ച് തന്നെ ആന്റി അവളെ ഹെൽപ്പ് ചെയ്തോളൂ എന്ന് പറയുമ്പോൾ തന്നെ അവൻ ചോദിക്കുന്നുണ്ട് നിനക്ക് തന്നെ ഈ പ്രൂഫ് ഹീറോയിനെ ഏൽപ്പിച്ചാൽ പോരെ എന്ന്. ഹീറോ ഈ സമയത്ത് പറയുന്നുണ്ട് താൻ എബ്രോഡിലേക്ക് പോവുകയാണ്. അതുമാത്രമല്ല താൻ പോയാൽ മാത്രമേ ചെന്ന് തന്റെ പിന്നാലെ അങ്ങോട്ടേക്ക് എത്തൂ. എന്നെ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അവൾക്ക് പിന്നീട് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അവൾ നല്ലപോലെ തന്നെ ഇനിയുള്ള കാലം ജീവിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഹീറോ ആവട്ടെ ഒരുപാട് കരയുന്നുണ്ട്. ഹീറോയിനെ വിട്ടുപിരിയാൻ അവൻ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ടാണ് അവൻ ഏങ്ങി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്റെ ഫ്രണ്ടും ഇതൊക്കെ കണ്ട് വിഷമിച്ച് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഹീറോയുടെ ആന്റി വഴി തന്നെ ആ പ്രൂഫുകൾ ഹീറോയിന്റെ കയ്യിൽ എത്തുന്നുണ്ട്. അത് കോമ്പറ്റീഷൻ നടത്തിയെടുത്ത് ഹീറോയിൻ കൊണ്ട് ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും അവൾക്കൊരു ചാൻസ് കൊടുക്കാൻ അവർ തയ്യാറായിരുന്നില്ല. ഹീറോയിന് ചാൻസ് കൊടുക്കാൻ കോമ്പറ്റീഷനിലുള്ളവർ തയ്യാറാവുന്നില്ല എന്ന് കണ്ടിട്ട് സിസി ആ ടീച്ചർ ഉണ്ടല്ലോ അവർക്ക് വല്ലാതെ ദേഷ്യം തോന്നുന്നുണ്ട്. ടീച്ചർ ആവട്ടെ അവളടുത്ത് പറയുന്നുണ്ട് ഈ പ്രൂഫ് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിട്ട് അവളുടെ സിറ്റുവേഷൻ എന്താണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കട്ടെ. മാത്രമല്ല ഒരുപാട് പേര് അവളെ സപ്പോർട്ട് ചെയ്യുമെന്നും പറയുമ്പോൾ ഹീറോയിനും അത് സമ്മതിക്കുന്നുണ്ട്. അതിനുശേഷം അവളുടെ സ്ട്രെങ്ത് ഈ ലോകത്തിലുള്ള എല്ലാവരെയും അറിയിക്കുമെന്ന് പറഞ്ഞ് സ്കൂളിലേക്ക് വന്ന് ഡാൻസ് പെർഫോം ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും അവളുടെ ഡാൻസ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ട്. ഡാൻസ് കഴിഞ്ഞതിന് ശേഷം ഹീറോയിൻ ആവട്ടെ ഹീറോയെ അന്വേഷിക്കുന്നുണ്ട്. ഈ പറയുന്നുണ്ട് അവൻ മറ്റൊരു സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ആയി പോയി എന്ന്. ഇത് കേട്ട ഹീറോയിൻ ചോദിക്കുന്നുണ്ട് താൻ കാരണമാണോ എന്ന്. സമയത്ത് ലീഡർ പയ്യൻ പറയുന്നുണ്ട് അവൾ കാരണമൊന്നുമല്ല, ഇനി ചെന്നിന്റെ ശല്യം അവൾക്ക് ഉണ്ടാവില്ല എന്നും അവൻ ഇനി ഒരിക്കലും അവളെ ശല്യം ചെയ്യാൻ വരില്ല എന്നും പറയുന്നു. ഹീറോയും ചെന്നിനെയും അവർ രണ്ട് ഫാമിലീസും ചേർന്ന് എബ്രോഡിലേക്ക് അയച്ചിരിക്കുകയാണെന്ന് ലീ പറയുന്നുണ്ട്. എപ്പോഴായിരിക്കും അവൻ റിട്ടേൺ വരുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് അവന്റെ ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ട് നീ തന്നെ വിളിച്ചു ചോദിച്ചോളൂ എന്ന് പറയുന്നുണ്ട്. ഒരു ഗുഡ് ബൈ പോലും പറയാതെ പോയല്ലോ എന്ന് ഓർത്തിട്ട് ഹീറോയിന് വല്ലാതെ വിഷമമാവുന്നുണ്ട്. അങ്ങനെ അവള് വീട്ടിലേക്ക് പോകുന്ന സമയത്താവട്ടെ ഹീറോ രണ്ട് ടെഡി ബിയറിഞ്ഞ് അതോടൊപ്പം ഒരു ലെറ്ററും വെച്ചിട്ടാണ് പോയിരുന്നത്. ഇനി മുതൽ അവൾ നന്നായി തന്നെ സന്തോഷമായി ജീവിക്കൂ എന്ന് പറഞ്ഞിട്ടായിരുന്നു ഒരു ലെറ്റർ അവൻ വെച്ചിട്ട് പോയിരുന്നത്. ഇത് കണ്ടിട്ട് അവള് സങ്കടം സഹിക്കവയ്യാതെ കരഞ്ഞുകൊണ്ട് തന്നെ ഹീറോ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. ഹീറോയിനാവട്ടെ അവനെ ഓർത്ത് ഒരുപാട് അവിടെ ഇരുന്ന് കരയുന്നുണ്ട്. അങ്ങനെ കുറെ നാളുകൾ കടന്നു പോകുന്നുണ്ട്. സ്കൂളിലെ പ്രസിഡന്റ് പയ്യനാവട്ടെ ഹീറോയിനെ വന്ന് ഒരു ലെറ്റർ കൊടുത്ത് പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട് ഞാൻ ഓൾറെഡി ഒരു ലെറ്റർ വാങ്ങി വെച്ചിട്ടുണ്ട്, എന്റെ കയ്യിലിരിക്കും മറ്റൊരു ലെറ്റർ വാങ്ങുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് അവനെ റിജക്ട് ചെയ്ത് വിടുന്നുണ്ട്. അവനവിടെ ശരി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഹീറോയിനാവട്ടെ ഹീറോ കൊടുത്ത ലവ് ലെറ്റർ നോക്കി വല്ലാതെ ഫീൽ ചെയ്ത് അവിടെ നിൽക്കുന്നുണ്ട്. അവളാവട്ടെ അവനെ സ്നേഹിക്കാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ പിന്നീട് 5 വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഹീറോയിനാവട്ടെ വലിയൊരു ഡാൻസറായി മാറിക്കഴിഞ്ഞിരുന്നു. അവളാവട്ടെ ടീച്ചർ സിസി അടുത്ത് സംസാരിച്ചുകൊണ്ടേ വരികയായിരുന്നു. ആവട്ടെ അവളുടെ അടുത്ത് പറയുന്നുണ്ട് തന്റെ ഒരു നെഫ്യൂ എബ്രോഡിൽ നിന്ന് വന്നിട്ടുണ്ട്, അവൻ നിന്റെ വലിയൊരു ഫാനാണ്, അവനെ ഒന്ന് പോയി മീറ്റ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഹീറോയിൻ എന്നെ സമ്മതിച്ച് അവയാളെ കാണാനായി പോകുന്നുണ്ട്. ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവനാവട്ടെ പുറകിൽ നിന്ന് വന്ന് അവളുടെ മുടി ചെറുതായിട്ടൊന്ന് ഒതുക്കുന്നുണ്ട്. അങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ മാത്രമാണ് അവനാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നത്. 5 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഹീറോയ്ക്ക് ഒട്ടും ചേഞ്ച് ഇല്ലെന്ന് അവൾ മനസ്സിൽ കരുതുന്നുണ്ട്. അതുമാത്രമല്ല സിസി ടീച്ചറുടെ നെഫ്യൂ അവനാണെന്നും അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അവനാവട്ടെ പഴയ പോലെ തന്നെ അവളോട് ഫ്ലർട്ട് ചെയ്ത് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവള് അതെല്ലാം സമാധാനമായി തന്നെ കേട്ടു നിൽക്കുന്നു. ഈ സമയത്ത് അവനാവട്ടെ അവളുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ വെളിനാട്ടിൽ നിന്ന് വന്നിരിക്കുകയാണ്, എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, എനിക്ക് നിന്റെ വീട്ടിൽ തങ്ങാനായി ഒരു ഇടം തരാമോ? നീയാണെങ്കിൽ ഇപ്പോൾ വലിയ ഫേമസ് ആയിട്ടുള്ള ഐഡിയലായി മാറിയിരിക്കുകയല്ലേ,
എന്നോട് കുറച്ചെങ്കിലും മനുഷ്യപ്പറ്റ് തോന്നി എനിക്ക് താമസിക്കാൻ ഒരു മുറിയെങ്കിലും തന്നാ മതിയെന്ന് ഹീറോ അവളുടെ അടുത്ത് പറയുമ്പോൾ ഇവൻ എന്തൊക്കെയാ ഈ പറയുന്നതെന്ന മട്ടില് ഹീറോയിൻ അവനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിൻ പറയുന്നുണ്ട് വാ നമുക്ക് പുറത്ത് പോയി ഭക്ഷണം കഴിച്ചിട്ട് വരാമെന്ന്. അപ്പോൾ ഹീറോ പറയുന്നുണ്ട് വേണ്ട വേണ്ട, ഞാൻ തന്നെ ഇവിടെ ഭക്ഷണം പാകം ചെയ്തോളാമെന്ന്. അങ്ങനെ അവരിരുവർക്കും വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ ഹീറോ തയ്യാറാക്കുന്നുണ്ട്. 5 വർഷങ്ങൾക്ക് ശേഷം ഹീറോയെ കണ്ടതിൽ ഹീറോയിൻ വളരെ ഹാപ്പി ആവുന്നുണ്ട്. ഹീറോട്ടെ അവൾ കഴിക്കുന്ന ഫോട്ടോ ഒക്കെ എടുത്തു വെക്കുന്നുണ്ട്. അവൻ പറയുന്നുണ്ട് ഇതുപോലെ 1000 ഫോട്ടോ തന്റെ ഫോണിൽ ഓൾറെഡി ഉണ്ട്. നിന്നെ കാണെ പുതിയ പുതിയ ഫോട്ടോകൾ എടുക്കണമെന്ന് തോന്നിക്കൊണ്ടേയിരിക്കുകയാണെന്ന് അവൻ മനസ്സിൽ കരുതുന്നുണ്ട്. അങ്ങനെ ഹീറോയിന്റെ വീട്ടിലേക്ക് അവനെയും കൊണ്ട് ഹീറോയിൻ വരുമ്പോൾ അവള് പറയുന്നുണ്ട് നീ വെളിയിൽ തന്നെ കിടക്കണം, തന്റെ ബെഡ്റൂമിലേക്ക് നിനക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞിട്ട് അവള് ഡോർ അടയ്ക്കുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയ്ക്ക് ഒരു കോള് വരുന്നുണ്ട്. ചെന്നൻ നാട്ടിലേക്ക് എത്തിയിരിക്കുന്നു എന്നതായിരുന്നു ആ കോളിൽ നിന്ന് പറഞ്ഞറിഞ്ഞ വിവരം. എന്നെ ചെയ്തു കൂട്ടിയ പ്രവൃത്തികൾക്കെല്ലാം ഒരു അവസാനം വരുത്തി വെക്കണമെന്ന് തന്നെ ഹീറോ മനസ്സിലുറപ്പിക്കുന്നുണ്ട്. ഹീറോയിൻ ആവട്ടെ ഫ്രണ്ട്സിനോടൊപ്പം ഒരു മൂവിയൊക്കെ കണ്ടു കഴിഞ്ഞ് സന്തോഷത്തോടെ പുറത്തേക്ക് ഇറങ്ങി വരുന്ന വഴിക്കാവട്ടെ ഹീറോ അവളെ പിക്ക് ചെയ്യാനായിട്ട് അവിടെ വന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കുന്നുണ്ട് ആരാടി ഇത്, നിന്റെ ബോയ് ഫ്രണ്ട് ആണോ, വളരെ ഹാൻസം ആയിട്ടുണ്ടല്ലോ എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഹീറോ ആവട്ടെ അവളുടെ അടുത്ത് പറയുന്നുണ്ട് ഇനി അവൻ ബോയ് ഫ്രണ്ട് അല്ല എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ അവളെ കിസ് ചെയ്യുമെന്ന്. നീ എന്തിനാ ഇങ്ങനെ തോന്നിയ കണക്കൊക്കെ സംസാരിക്കുന്നതെന്ന് ഹീറോയിൻ അവൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് ഇതിനാണ് ക്രൈസി ലവർ എന്ന് പറയുന്നതെന്ന്. ഹീറോയിനായിട്ട് വളരെ നെർവസ് ആയിട്ട് തന്നെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. വീട്ടിലെത്തിയ ഉടനെ തന്നെ അവളൊരു ബുക്ക് തിരയുന്നുണ്ട്. ഹീറോ ഈ സമയത്ത് പറയുന്നുണ്ട് ഏത് ബുക്കാന്ന് പറഞ്ഞു തന്നാൽ താനും സെർച്ച് ചെയ്യാമെന്ന്. അങ്ങനെ അവൾ ആ ബുക്കിന്റെ ഒരു ഫ്രണ്ട് പേജ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ ആ ബുക്കൊന്നും കിട്ടുന്നില്ല, പകരം ഹീറോ കൊടുത്ത ലവ് ലെറ്റർ കിട്ടുന്നുണ്ട്. അവൻ അന്ന് വരച്ച ലിറ്റിൽ ഹാർട്ടിന്റെ കൂടെ അവള് മറ്റൊരു ലിറ്റിൽ ഹാർട്ടും കൂടെ വരച്ചു ചേർത്തിരുന്നു. അതിൽ നിന്ന് ഹീറോയിൻ അവനെ ഇഷ്ടമാണെന്നുള്ള കാര്യം അവന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ അവിടെ വളരെയധികം സന്തോഷത്തോടെ തന്നെ അവളെ വന്ന് ഹഗ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് അവൾ ഇങ്ങനെ ഒരു ഹേർട്ട് അതിൽ വരച്ചു എന്ന് അവൻ അവളോട് തിരക്കുന്നുണ്ട്. ഈ സമയത്ത് അവൾ അവിടെ ഒരു ഫ്ലാഷ് ബാക്ക് ഓർക്കുന്നുണ്ട്. ഹീറോ എബ്രോഡിലേക്ക് പോയ ഉടനെ തന്നെ അവന്റെ അച്ഛൻ അവളെ വിളിച്ചിട്ട് അവരുടെ സ്റ്റാറ്റസിന് പറ്റിയൊരുത്തിയല്ല അവളെന്ന് പറയുന്നുണ്ട്. ഇത് മാത്രമല്ല അവരുടെ കുടുംബത്തിലേക്ക് കയറി വരാനുള്ള ഒരു യോഗ്യതയും അവൾക്കില്ല എന്ന് പറയുന്നുണ്ട്. ഹീറോയിൻ ആവട്ടെ കഴിഞ്ഞ ജന്മത്തില് എന്നിന്റെ അച്ഛനും അവളോട് ഇതുപോലെയാണല്ലോ പറഞ്ഞു എന്ന് ഓർക്കുന്നുണ്ട്. എല്ലാ പണക്കാരും ഇങ്ങനെയാണല്ലോ എന്നൊക്കെ ഓർത്തിട്ട് അവൾ ഒരുപാട് കരയുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയുടെ അച്ഛൻ പറഞ്ഞതായിരുന്നു അവളുടെ മനസ്സ് മുഴുവൻ. അവൾക്ക് വല്ലാതെ വിഷമം തോന്നുന്നുണ്ടെങ്കിലും അവള് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ആരെന്ത് കരുതിയാലും എന്താ, അവൾക്ക് അവനെ ഇഷ്ടമാണെന്ന് കരുതിക്കൊണ്ട് തന്നെ അവൾ അതിലേക്ക് ഒരു ഹേർട്ട് വരയ്ക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഓർത്തെടുത്ത ഹീറോയിനായിട്ട് അവന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അവരുടെ ബന്ധത്തിൽ ആരെങ്കിലും എതിർത്താൽ തീർച്ചയായും അവൻ അവരെയൊക്കെ തള്ളിക്കളഞ്ഞിട്ട് അവളെ സ്നേഹിക്കുമോ എന്ന്. അവനാവട്ടെ അവളുടെ അടുത്ത് പറയുന്നുണ്ട് ഈ ലോകത്ത് താൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി അവളാണെന്നും അതുമാത്രമല്ല ആരെങ്കിലും അവരുടെ ബന്ധത്തിനിടയിലേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായി കയറി വന്നാൽ അവരെയൊക്കെ എതിർക്കുമെന്നും പറയുന്നു. അതുമാത്രമല്ല അവൾക്ക് 3 സെക്കൻഡ് സമയം കൊടുക്കാം, അതിനുള്ളിൽ അവനെ റിജക്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്തോളാനും പറയുന്നു. അവളൊന്നും മിണ്ടാതെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഹീറോയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അവരുടെ റിലേഷൻഷിപ്പിന് ഹീറോയിന് സമ്മതമാണെന്ന്. അങ്ങനെ ഹീറോ ആവട്ടെ അവളെ കിസ് ചെയ്യുന്നുണ്ട്, ഹീറോയിനും അവനെ കിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 5 വർഷത്തിന് ശേഷം അവർ രണ്ടുപേരും ഒരുമിച്ചാണ് അന്നുണ്ടായിരുന്നത്. ഹീറോ ആവട്ടെ അതിനുശേഷം വീട്ടിലേക്ക് വന്നിട്ട് അവന്റെ അച്ഛനോട് ഹീറോയിനെയാണ് വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. അവന്റെ അച്ഛൻ ആവട്ടെ അതിനെ എതിർക്കുന്നുമുണ്ട്. ഈ സമയത്ത് ഹീറോയിനാവട്ടെ ഹീറോ അവൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ചിരുന്ന പ്രപ്പോസൽ മോതിരമൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ അത് കണ്ടവള് വല്ലാതെ ഹാപ്പി ആവുന്നുണ്ട്. ഹീറോ ആവട്ടെ ഈ സമയത്ത് അവന്റെ അച്ഛനുമായി വല്ലാതെ വഴക്കിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്റെ ജീവിതം ഞാനാണ് തീരുമാനിക്കുന്നതെന്നും എനിക്കിപ്പോൾ 22 വയസ്സായി, നിങ്ങൾക്ക് അവളെ ഇഷ്ടമായില്ലെങ്കിൽ അത് എന്റെ കുഴപ്പമല്ല, ഞാൻ തീർച്ചയായും അവളെ വിവാഹം കഴിക്കും, വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അവളെ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന് പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. അവന്റെ അച്ഛനാവട്ടെ മുത്തശ്ശനോട് പറയുന്നുണ്ട് അവൻ എന്തുമാത്രം ധൈര്യം ഉണ്ടായിട്ടാണ് ഇങ്ങനെയൊക്കെ തന്റെ മുൻപിൽ പറഞ്ഞിട്ട് പോയി എന്ന് ചോദിച്ചു വല്ലാതെ ദേഷ്യപ്പെടുന്നുണ്ട്. മുത്തശ്ശനാവട്ടെ അവന്റെ ഇഷ്ടത്തിന് സമ്മതിച്ചൂടെ എന്ന് ചോദിച്ചുകൊണ്ട് അവന്റെ അച്ഛനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സമയത്ത് ഹീറോ ആവട്ടെ ഹീറോയിനുമൊത്ത് അവന്റെ ആന്റിയെ അതായത് ടീച്ചർ സീസിയെ കാണാനായിട്ട് വരുന്നുണ്ട്. ഇതുപോലെ അവന്റെ അച്ഛൻ വിവാഹത്തിന് സമ്മതിച്ചിട്ടില്ല എന്നും എങ്ങനെയെങ്കിലും പറഞ്ഞ് വീട്ടിൽ നിന്ന് സമ്മതിപ്പിക്കണമെന്നും ഹീറോ ആവശ്യപ്പെടുന്നുണ്ട്. ഹീറോയുടെ അച്ഛന്റെ മൂത്ത സഹോദരിയാണ് ഈ ടീച്ചർ സീസി, അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞാൽ സമ്മതിക്കുമെന്നാണ് ഹീറോ കരുതിയിരുന്നത്. ടീച്ചർ സീസി ആവട്ടെ ഹീറോയുടെ അമ്മയെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ഞാനൊരു പ്രാവശ്യം പറഞ്ഞില്ലേ ഒരു ഡാൻസ് ചെയ്യുന്ന പെൺകുട്ടിയെ കുറിച്ച്, അവളെയാണ് ഇപ്പോൾ ഹീറോ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നേ എന്നൊക്കെ അവന്റെ അമ്മയോട് പറയുന്നുണ്ട്. ആ പെൺകുട്ടിയായിരുന്നോ, നല്ല ക്യൂട്ടായിട്ടുള്ള പെൺകുട്ടിയാ, അവൾക്ക് എങ്ങനെയാണ് എന്റെ മകനെ ഇഷ്ടപ്പെട്ടേന്ന് അവരൊരു സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട ഹീറോ പറയുന്നുണ്ട് സ്വന്തം മകനെ തന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്താതെ എന്ന്. അപ്പോൾ നീ എവിടെ ഉണ്ടായിരുന്നു എന്ന് അവന്റെ അമ്മ സംശയത്തോടെ ചോദിക്കുന്നുമുണ്ട്. അവൻ എവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി അവരവട്ടെ അമ്മ വെറുതെ പറഞ്ഞാണെന്ന് പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം സി ടീച്ചർ പറയുന്നുണ്ട് ഇവരിരുവരുടെയും വിവാഹത്തിന് ഇതുവരെ ചേട്ടൻ സമ്മതിച്ചിട്ടില്ല എന്നാ ഇവര് പറയുന്നേന്ന്. ഇത് കേട്ട് അവന്റെ അമ്മ പറയുന്നുണ്ട് അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട, ഞാനതൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാമെന്ന്. അവിടെ നിന്ന് പോയ ഹീറോയിനും ആവട്ടെ മാരേജ് രജിസ്റ്റർ ചെയ്ത് മാരേജ് സർട്ടിഫിക്കറ്റ് കൈപ്പറ്റുന്നുണ്ട്. അവനാവട്ടെ അവളെ ചെറുതായിട്ടൊന്ന് കിസ് ചെയ്തിട്ട് ഇനി എന്നെ ഹസ്ബൻഡ് എന്ന് വേണം വിളിക്കാനെന്ന് പറയുന്നുണ്ട്.
അവന്റെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ അവളൊന്ന് ഷോക്ക് ആവുന്നുണ്ടെങ്കിലും അങ്ങനൊന്നും വിളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവള് മുൻപോട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ അവർ രാത്രിയിലാണ് വീട്ടിലേക്ക് എത്തുന്നത്. ഈ സമയത്ത് അവിടെ ഹീറോയിൻ നല്ല ഉറക്കമായി കഴിഞ്ഞിരുന്നു. ഈ സമയത്ത് ഹീറോയുടെ ഫ്രണ്ട് ലീഡർ പയ്യനുണ്ടല്ലോ, അവൻ ഹീറോയ്ക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ചെന്ന് തിരികെ നാട്ടിലെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ്. ഈ സമയത്ത് ഹീറോ മിററിൽ കൂടെ നോക്കിയപ്പോൾ കാണാം അവരുടെ ബാക്കിൽ ഒരു കാർ കിടപ്പുണ്ട്. അതില് ചെന്നാണെന്നുള്ള കാര്യം ഹീറോയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. ഹീറോ ആവട്ടെ ഹീറോയിനെ വീട്ടിനകത്തേക്ക് ആക്കാൻ പോകുമ്പോൾ പെട്ടെന്ന് തന്നെ ചെന്നെ അവന്റെ കാറിൽ കൊണ്ടുവന്ന് ഇടിക്കുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിൻ പറയുന്നുണ്ട് ആരോ കാറിൽ ഇടിച്ച പോലുള്ള ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ എന്ന്. ഏതെങ്കിലും ഭ്രാന്തന്മാരായിരിക്കും, നീ അകത്ത് പൊക്കോ, ഞാൻ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഹീറോ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ചെന്ന ആവട്ടെ ഈ സമയത്ത് അവനോട് പറയുന്നുണ്ട് 5 വർഷം എന്നെ പ്ലാൻ ചെയ്ത് നീ എബ്രോഡിലേക്ക് മാറ്റിയതല്ലേ, എന്നിട്ടിപ്പോ എന്നോട് പറയാതെ നീ ഒറ്റയ്ക്ക് നാട്ടിലേക്ക് വന്നാൽ അതെങ്ങനെ ശരിയാവും? എന്തൊക്കെ ചെയ്താലും ഹീറോയിൻ എന്റേതാണെന്നും ചെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട ഹീറോ പറയുന്നുണ്ട് എനിക്കും അവൾക്കും ഓൾറെഡി മാരേജ് കഴിഞ്ഞു, ഇനിയെങ്കിലും അവളുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്നത് നീ ഒന്ന് നിർത്താൻ പറയുന്നു. എന്നിരുന്നാലും ചെന്നത് വിശ്വസിക്കുന്നില്ല. ഹീറോ ആവട്ടെ തന്റെ ഫോണിലല്ല മാരേജ് സർട്ടിഫിക്കറ്റ് അവന് കാണിക്കുന്നുണ്ട്. ഇന്നിനാവട്ടെ ഇത് കണ്ടിട്ട് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. ഇനിയും നീ അവളെ തൊടാൻ ശ്രമിച്ചാൽ നിന്നെ ജീവനോടെ വെച്ചേക്കില്ല എന്ന് തന്നെ ഹീറോ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷെ നിയന്ത്രിക്കാൻ കഴിയാത്ത ചെന്നാവട്ടെ നേരെ യാങ്ങിനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. കാരണം യാങ്ങിനെ വെച്ച് ഹീറോയിനെ ഭീഷണിപ്പെടുത്തി അവന്റേതാക്കാമെന്നാണ് അവൻ കരുതിയിരുന്നത്. എന്നാൽ അവിടെ ചെന്ന് നോക്കുമ്പോൾ യാങ് അവിടെ ഉണ്ടായിരുന്നില്ല. അപകടം മനസ്സിലാക്കിയ ഹീറോ ആവട്ടെ ഇതിനു മുമ്പ് തന്നെ അവളുടെ പ്ലേസ് മറ്റൊരിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിരുന്നു. ഹീറോയിൻ ആവട്ടെ യാങ്ങിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നീ നോക്ക്, എന്റെ മാരേജ് കഴിഞ്ഞിരിക്കുന്നു, എനിക്ക് നല്ലൊരു ഹസ്ബൻഡിനെയും കിട്ടിയിരിക്കുന്നു, നീയും കൂടി എൻ്റെ കൂടെ ഒന്ന് കണ്ണു തുറന്ന് സംസാരിച്ചാൽ എനിക്ക് അത്രയേ വേണ്ടുള്ളൂ എന്ന് പറയുന്നു. കറക്റ്റായിട്ട് ഈ സമയത്ത് തന്നെ യാങ് കണ്ണു തുറന്ന് അവളോട് സംസാരിക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഹീറോ ബട്ട്ലറെ വിളിച്ചിട്ട് പോലീസിനെ വിളിച്ചു വരുത്തി യാങ്ങിന്റെ മൊഴിയെടുക്കാൻ പറയുന്നുണ്ട്. കാരണം അവളെ ആരാണ് തള്ളിയിട്ടതെന്നുള്ള വിവരം പോലീസിനോട് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. അതോടെ തന്നെ ചെന്ന് കൊടുങ്ങുമല്ലോ. യാങ്ങിന്റെ മൊഴി കൊണ്ട് തന്നെ ചെങ്ങാവട്ടെ ജയിലിലാവുന്നുണ്ട്. അങ്ങനെ ഹീറോ അവനെ കാണാൻ പോകുന്നുണ്ട്. ചെങ്ങാവട്ടെ വളരെ അഹങ്കാരഭാവത്തോടെ തന്നെ ഹീറോ എടുത്ത് പറയുന്നുണ്ട് ഇതൊക്കെ വെറും ഒരു കേസല്ലേ, 2-3 വർഷം അകത്ത് കിടന്നിട്ട് ഞാൻ പുല്ല് പോലെ ഇറങ്ങി വരും, അതിനുശേഷം നിനക്കുള്ളത് തീർച്ചയായും തരുന്നതായിരിക്കുമെന്ന് പറയുന്നുണ്ട്. ഹീറോ ആവട്ടെ അവന്റെ അടുത്ത് പറയുന്നുണ്ട് നീ ഇനി പുറംലോകം കാണാൻ പോകുന്നില്ല, ഒരുപാട് കേസ് നിന്റെ മേലെ ഇതിനോടകം തന്നെ ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ, നിന്റെ ജീവിതം ഇതുകൊണ്ട് തീർന്നു എന്ന് പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതിനായിട്ട് ചെങ്ങാവട്ടെ വല്ലാതെ ടെൻഷനായിട്ട് അവനെ വീണ്ടും വീണ്ടും വിളിക്കുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിനാവട്ടെ അവളും പോയെന്ന് സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ചെന്നിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അവനാവട്ടെ അവളെ കണ്ടയുടനെ തന്നെ പറയുന്നുണ്ട് നീ എന്നെ കാണാൻ വരുമായിരുന്നെന്ന് എനിക്ക് അറിയാമായിരുന്നു എന്ന്. ഈ സമയത്ത് അവളും പറയുന്നുണ്ട് നീയൊക്കെ ജീവിക്കാൻ പോലും അർഹതയില്ലാത്തവന്മാരാണെന്ന്. ഇത് കേട്ട് അവനാവട്ടെ വല്ലാതെ വിഷമം തോന്നുന്നുണ്ട്. എന്തുകൊണ്ടാണ് എന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് അവൻ വിഷമത്തോടെ തന്നെ അവളോട് ചോദിക്കുന്നുണ്ട്. നീ നേരത്തെ എൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നിന്റെ അമ്മ ചെറിയ പ്രായത്തിൽ മരിച്ചു പോയിരുന്നയാണല്ലോ, അവര് നക്ഷത്രമായി ആകാശത്തുണ്ടെന്ന് കരുതി നീ ഒരു സ്റ്റെറസ്കോപ്പ് വെച്ച് ഒരു നക്ഷത്രം കണ്ടുപിടിക്കുകയുണ്ടായി. ആ നക്ഷത്രത്തിന്റെ പേരാണ് നീ എന്റെ ഫോണിലെ പാസ്വേഡായി വെച്ചിരിക്കുന്നത്. അവനവിടെ ആകെ അന്താളിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് അവൻ ചോദിക്കുന്നുമുണ്ട്. അവൻ പറയുന്നുണ്ട് നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ 6 വർഷങ്ങൾക്ക് മുമ്പ് റീബോൺ ആയി ഇപ്പോൾ തിരികെ വന്നിരിക്കുകയാണ്, ഈ ഭാവിയിൽ ചെയ്യുന്ന ക്രൂരതകളൊക്കെ കണ്ടിട്ടാണ് ഞാൻ തിരിച്ചെത്തിയിരിക്കുന്നത്, ഒരിക്കലും നിന്നോട് ക്ഷമിക്കില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ ഹീറോയിൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അവൾ എന്താണ് പറഞ്ഞിട്ട് പോയെന്ന് അവന് മനസ്സിലാവുന്നില്ലായിരുന്നു. എന്നിരുന്നാലും ഈ സമയത്ത് അവന്റെ ഉള്ളിലേക്ക് ഭാവിയിൽ അവൻ ചെയ്ത ക്രൂരതകൾ കാരണം ആത്മഹത്യ ചെയ്യുന്ന ഹീറോയിനെ ഓർമ്മ വരുന്നുണ്ട്. ഈ സമയത്ത് അവന് മനസ്സിലാവുന്നുണ്ട് താൻ ഒരുപാട് സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയെ തന്റെ ക്രൂരതകൾ കാരണം ചെറുപ്രായത്തിൽ തന്നെ താൻ കൊന്നു കളഞ്ഞല്ലോ എന്ന് ഓർത്തിട്ട് അവന് വല്ലാതെ വിഷമം തോന്നുന്നു. എന്റെ ലവറിനെ ഞാൻ തന്നെയാണ് കൊന്നത്, അപ്പോൾ ഈ ജന്മത്തിൽ അവള് സന്തോഷമായി ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട്. അതിലവൻ മരിച്ചു പോകുന്നുണ്ട്. ഈ വിഷയം ഹീറോയ്ക്കും ഹീറോയിനും മനസ്സിലാവുന്നുണ്ടെങ്കിലും അവൻ മരിക്കാൻ അർഹനാണെന്ന് കരുതിക്കൊണ്ട് തന്നെ അവരവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ അവർ ഹാപ്പിയായി ജീവിക്കുന്നുമുണ്ട്. പിന്നീട് കുറെ വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യമാണ് കാണിക്കുന്നത്. അവരിരുവർക്കും ഒരു സുന്ദരനായ മകനും ഉണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നതൊക്കെ ഹീറോ ആദ്യമായിട്ട് ഹീറോയിനെ മീറ്റ് ചെയ്യുന്നതും അവളെ പതിയെ പതിയെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയതും ഹീറോയിനെ കിസ് ചെയ്തതും പിന്നീട് അവർ സന്തോഷകരമായിട്ടുള്ള ഒരു ഫാമിലിയായി മാറിയതുമാണ്. ഇതോടെ നമ്മുടെ ഡ്രാമ അവസാനിച്ചിരിക്കുകയാണ്. ഡ്രാമ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ വീണ്ടും കാണും വരെ ബൈ ബൈ.